നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ എന്ന് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യമാണ്. പരിക്കേറ്റ ഘട്ടത്തിൽ ഈ സീസൺ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് നഷ്ടമാവും എന്നുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ താരം നല്ല രൂപത്തിൽ റിക്കവറി ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെ റിക്കവറിങ് കാര്യങ്ങളും പിന്നെ ജിമ്മിലും മറ്റുമൊക്കെ ആയിട്ട് ഉള്ള ചിത്രങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചു. തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നെയ്മർ എന്ന് റിയാദിലേക്ക് മടങ്ങിയെത്തും. ചില സോഴ്സുകളിൽ അദ്ദേഹം ഉടനെ റിയാദിലേക്ക് മടങ്ങിയേക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള സൂചനകൾ ഇങ്ങനെയാണ്: നെയ്മറുടെ റിട്ടേൺ, റിയാദിലേക്കുള്ള റിട്ടേൺ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്നു മടങ്ങിയെത്തും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് അൽ ഹിലാലിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന സോഴ്സുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. ചുരുക്കത്തിൽ നെയ്മർ ജൂനിയറുടെ ആ ഒരു റിക്കവറി ഫേസ് വളരെ നല്ല രൂപത്തിൽ പോകുന്നുണ്ടെങ്കിലും ഉടൻ തന്നെ റിയാദിലേക്ക് മടങ്ങാനുള്ള സാധ്യതയില്ല. ഈ സീസണിലേക്ക് ഇനി ബാക്കി ഭാഗത്തേക്കുള്ള അൽ ഹിലാലിൻ്റെ ടീമിൽ നിന്ന് നെയ്മർ ഒഴിവാക്കിയിട്ടുണ്ട്. അത് നേരത്തെ വലിയ രൂപത്തിൽ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ളതാണ്. രജിസ്റ്റർ ചെയ്തിരുന്നു. പൂർണ്ണമായും ഫിറ്റായി നെയ്മർ അടുത്ത സീസണിൽ ഇനി അൽ ഹിലാലിന് വേണ്ടി കളിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ നിരാശയാണ്. സൗദി അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ ഹിലാലും ഇന്റർ മയാമിയും തമ്മിൽ ഇതാ നാളെ റിയാദ് സീസൺ കപ്പിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. നെയ്മർ ജൂനിയറുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ലിയോ മെസ്സി, ഉറ്റ സുഹൃത്ത് മാത്രമല്ല ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറയണം, കാരണം സുവാരസും ഉണ്ടല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും ഇന്റർ മയാമിക്കായിട്ട് കൂട്ടുകെട്ടുമ്പോൾ മറുഭാഗത്ത് നെയ്മർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നേനെ. അദ്ദേഹമില്ല എന്നുള്ളത് ഒരു നിരാശ തന്നെയാണ്. എങ്കിലും താരം വളരെ വേഗം സുഖം പ്രാപിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായ കാര്യമാണ്. നെയ്മറുടെ ആരാധകർ ഇനി കാത്തിരിക്കുന്നത് കോപ്പ അമേരിക്ക കളിക്കാൻ അദ്ദേഹം ഉണ്ടാവുമോ എന്നറിയാനാണ്. കാത്തിരിക്കാം നെയ്മറുടെ റിക്കവറിയുടെ അടുത്ത ന്യൂസ് വരുന്നതിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.